ഫ്രണ്ട് UDF കോൺഗ്രസ് സർക്കാർ വിവിധ കാലങ്ങളിൽ പല പ്രധാന പദ്ധതികളും നയങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായി ശ്രദ്ധിക്കപ്പെടുന്ന ചിലത് ഇവയാണ്. 1. അക്ഷയ പദ്ധതി, അക്ഷയ പ്രോജക്ട്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും ഇന്റർനെറ്റ് സേവനവും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആരംഭിച്ചു. ഗ്രാമങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ വലിയ പങ്ക് വഹിച്ചു. 2. കാരുണ്യ ബെനവലന്റ് ഫണ്ട്. കാരുണ്യ ആരോഗ്യ പദ്ധതി സാമ്പത്തികമായി പിന്നാക്കമുള്ള രോഗികൾക്ക് വലിയ രോഗചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകാൻ പദ്ധതി. 3. മെട്രോ പദ്ധതി. കൊച്ചി മെട്രോ പദ്ധതി ആരംഭിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത് UDF ഭരണകാലത്ത്. 4. വിഴിഞ്ഞം തുറമുഖ പദ്ധതി. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പദ്ധതിക്ക് കരാർ ഒപ്പുവെച്ചത് UDF ഭരണകാലത്ത്. 5. കണ്ണൂർ വിമാനത്താവളം. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 6. IT വികസനം, ടെക്നോ പാർക്ക് വികസനം, ഇൻഫോ പാർക്ക് വികസനം. കേരളത്തിൽ IT മേഖലയെ വളർത്താൻ വലിയ പദ്ധതികളിൽ നടപ്പാക്കി. 7. വിദ്യാഭ്യാസ രംഗത്ത് സ്വയംഭരണ കോളേജുകൾ, ഓട്ടോണമസ് കോളേജസ് അനുവദിച്ചു. പുതിയ മെഡിക്കൽ കോളേജുകൾക്കും അനുമതി. 8. സാമൂഹ്യ പെൻഷൻ വർധന. മുതിർന്നവർ, വിധവകൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കുള്ള പെൻഷൻ വർദ്ധിപ്പിച്ചു. പാവപ്പെട്ടവർക്ക് 3 സെന്റ് സ്ഥലമെന്ന പദ്ധതി കേരളത്തിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF സർക്കാർ പറഞ്ഞ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു. ഈ പദ്ധതി സാധാരണയായി 3 സെന്റ് ലാൻഡ് സ്കീം എന്നായിരുന്നു. പദ്ധതിയുടെ ലക്ഷ്യം ഭൂമിയില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കുറഞ്ഞത് 3 സെന്റ് ഭൂമി നൽകുക, അവിടെ വീട് നിർമ്മിക്കാൻ അവസരം നൽകുക. ആരാണിത് പ്രഖ്യാപിച്ചത്? ഈ ആശയം ശക്തമായി മുന്നോട്ട് വെച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. പദ്ധതി എന്തിനാണ്? കേരളത്തിൽ നിരവധി ആളുകൾക്ക് സ്വന്തം ഭൂമിയില്ല. അവരെ ഭൂമിയുടമകളാക്കുക, പിന്നീട് സർക്കാർ വീട് നിർമ്മിക്കാൻ സഹായം നൽകുക എന്നതാണ് ലക്ഷ്യം.